സൂര്യ ആ ഡോറൊന്ന് അടയ്ക്കാമോ? ആ ഡോറൊന്ന് അടയ്ക്കാം. അപ്പോ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്ന ആട് 3യുടെ ലോഞ്ചോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പടക്കൽ. കഴിഞ്ഞ വ്യാഴാഴ്ച 8-ാം തീയതി റിലീസ് ചെയ്യുന്നതായി ഏറ്റവും ക്രൂഷ്യൽ എന്ന് ഞാൻ പറയുന്നതെന്ന് പറയാം. കാരണം ഹോം സൂഫിയും സുജാതയും ശേഷം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ എക്സ്പെരിമെന്റിൽ ഒന്നായിരുന്നു വാലാട്ടി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് റിയൽ ഡോഗ്സിനെ വെച്ച് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ ആ സമയം അത് റിലീസ് ചെയ്ത ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ടിട്ട് അതിന് ബോക്സ് ഓഫീസിൽ വിചാരിച്ചത്ര ഒരു പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷെ അത് OTT-യിൽ അഗൈൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എല്ലാ ലാംഗ്വേജിലും. എന്ന് വെച്ചാൽ വാലാട്ടിക്ക് പാർട്ട് 2 കൊടുത്തോന്ന് ചോദിച്ചാൽ എല്ലാ ബോക്സ് ഓഫീസ് പരാതികളും ഞാൻ പാർട്ട് 2 ചെയ്യാനൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. കാരണം അതിനുശേഷം എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് പടക്കളം എന്നത്. എൻ്റെ ഫ്രണ്ടും പാർട്ട്ണറുമായ വിജയൻ സുബ്രഹ്മണ്യം ഉണ്ടോ? സോ വിജയ് ആണ് ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തെത്തിക്കുന്നത്. വിജയും മനുവും ഏകദേശം ഒരു വർഷത്തോളം ഇരുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് എൻ്റെ മുന്നിലേക്ക് വിജയൻ കൊണ്ടുവരികയും അങ്ങനെ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ ഉണ്ടായ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്ത ഭയങ്കര എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. സൈലൻസ് ആയിട്ട് ഒന്ന് സൈലൻസ് പ്ലീസ് പ്ലീസ്. താങ്ക് യു. എക്സൈറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് അത്. മനു ഞങ്ങൾ അവതരിപ്പിക്കുന്ന 16ാമത്തെ പുതുമുഖ ഡയറക്ടറാണ്. എപ്പോഴും ഒരു പുതുമുഖ ഡയറക്ടറിനെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അതെങ്ങനെ സിനിമ ആയി വരും എന്നുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഫ്രം day 1 Manu was completely into the script and I mean നിങ്ങൾ സിനിമ കണ്ടവർക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ബേസിക്കലി ഈസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ആൻഡ് ഇന്നലെ 10 തിയേറ്ററിൽ പോലും രാത്രി 10:45 ക്ലൈംസ് കിട്ടുമ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അതിനപ്പുറത്തോട് ഒരു സന്തോഷമില്ല. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പം അതിൻ്റെ എൻ്റെ ടീം ഇവിടെയുണ്ട്. സോ we are using this platform to answer your questions. I'll just give it to Manu. ഹലോ, മനു സാറാണ് പടത്തിന്റെ ഡയറക്ടറാണ്. ആൻഡ് ഫസ്റ്റ് തിങ് അങ്ങോട്ടോ നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടായിരുന്നു? സിനിമ ആരൊക്കെ കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് കൈകൾ പൊങ്ങിയിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മളിപ്പം അണ്ടർ ചെയ്യുന്ന ഒരു കാര്യം. ഒന്ന് എത്തണം, ആൾക്കാരിലേക്കൊന്ന് നന്നായിട്ട് എത്താറുണ്ട്. കാര്യം നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോഴും വളരെ നല്ല റെസ്പോൺസ് ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും ആൾക്കാർ കയറണം. വൺസ് നിങ്ങൾ കയറി കഴിഞ്ഞ് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 4-5 പേരെ കൂടെ കേൾക്കുക. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പം ഓർമ്മോട്ടലി നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. പക്ഷെ വളരെ കുറച്ച് കൈകൾ ഇവിടെ പൊങ്ങിയിട്ടുള്ളൂ. അത് എന്നെ പേടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഫ്രാങ്ക്ലി പറയാൻ. പക്ഷെ ഹോപ്പ്ഫുള്ളി നമ്മൾ പോകുന്ന തിയേറ്റേഴ്സ് പാക്ഡ് ആണ്. ഇന്നലെ നമ്മുടെ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ഗോ ടു ദ തിയേറ്റേഴ്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ എനിവേ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? അപ്പൊ ഞാൻ എന്തായാലും ഷർപ്പിക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പടക്കം ഈ മനു ചോദിച്ച പോലെ മനുവിന്റെ ഒരു ആദ്യത്തെ സിനിമയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈഡേ ഫിലിംസിന് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു മനു സംസാരിക്കുന്ന കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം സിനിമയ്ക്ക് തിയേറ്ററിൽ നല്ല റെസ്പോൺസും എല്ലാവരും ചിരിയും ഇല്ലേ? ആരെങ്കിലും കണ്ടെന്ന് പറയാം അല്ലേ? ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര ഹാപ്പി സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ ശരിക്കും എന്താ പറയുക, നല്ല റെസ്പോൺസോടുകൂടി തന്നെയാണ് സിനിമ എത്തേണ്ടത്. അതാണ് ഒരു പക്ഷേ ഒരു ആദ്യ സംവിധായകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടൊക്കെ അദ്ദേഹം പറയുന്നത്. നിങ്ങളെല്ലാവരും പോയി കാണാൻ ചിലപ്പോൾ നിർബന്ധിക്കുകയൊക്കെ ചെയ്യും. എന്ത് കണ്ടില്ലെന്ന് ഞാൻ ചോദിച്ചു, ആരൊക്കെ കണ്ടു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, കണ്ടില്ല എന്ന് പറയുന്നത് എന്ത് കിട്ടും എന്നുള്ള സീൻ. അപ്പോ അത്രേ ഉള്ളൂ. എല്ലാവരും പോയി കാണാം. നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. സന്ദീപ്
എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അല്ല ഇപ്പം ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിജയ് സാർ പറഞ്ഞത് അതാണ്, ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പ് ആവുന്ന പടങ്ങൾക്കാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നത്. ഈ പടത്തിന് അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വേണ്ട, ഫസ്റ്റ് പാർട്ട് ഒന്ന് ഹിറ്റ് ആയിക്കോട്ടെ. അതെ അല്ല ഈ ഫാന്റസി സിനിമകൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഫാന്റസി സിനിമകൾക്ക് നമ്മൾ ആ കഥ പറയലും മാത്രമല്ല അതിന്റെ വിഷ്വലും എല്ലാത്തിലും കുറച്ച് ഒരു മാജിക്കൽ ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമല്ലോ. പടക്കം ശരിക്കും ഒരു റിയൽ ലൈഫ് ഒരു കോളേജ് ലൈഫിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ് ശരിക്കും ഇത് ചെയ്തേക്കുന്നത്. അല്ലാതെ ഒരു ഫാന്റസി സിനിമയുടെ ഒരു വേറെ വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ലെവലിലേക്കൊന്നും ഒന്നും ഇല്ല. അതിൻ്റെ അകത്ത് ഒരു നടക്കുന്ന ആ ഒരു കാര്യം അത് മാത്രമാണ് ആ സിനിമ. പിന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഈ കഥ കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. ഈ സിനിമ വർക്ക് ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ്. അതൊക്കെയാണ് സംഭവിച്ചത്. സന്തോഷം. എക്സ്പെക്ട് ചെയ്ത റിസൾട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. അതായത് നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഭുവനേശ്വറില് ഓറഞ്ച് കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ഒരു കുട്ടിയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ ആശ ബേസിലൊക്കെ ഇന്നലെ കണ്ടു. ഒന്ന് വെച്ച് കുറയ്ക്കാമോ എന്ന് പറയുന്ന ഒരു സിനാരിയോയിലോട്ടല്ലായിരുന്നു പോകുന്നത്. പക്ഷേ ഇപ്പം ഇന്നലെ രാവിലെ കൊണ്ട് ഇന്നലെ രാവിലെ ഒരു ബുക്കിംഗ് ഒക്കെ കണ്ടിട്ട് ഞാനും റൈറ്റർ നിൽക്കുന്നു. നമ്മൾ ഡിപ്രസ്ഡ് ആയിരുന്നു രണ്ടുപേരും. രണ്ട് മുറിയിൽ അങ്ങോട്ട് സംസാരിക്കാതെ കിടന്നു തുടങ്ങണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ആനിമി വെച്ചോ മെമ്പറോ നല്ല റിവ്യൂ വരുന്നുണ്ട്. അങ്ങനെ വൈകിട്ടൊക്കെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ വന്നപ്പോൾ ഓക്കെ നമ്മളെ സോളിലേക്ക് എത്തണം. എനിക്ക് തോന്നുന്നു ഐഡിയലി ഇന്നും നാളെയും കൊണ്ടായിരിക്കും ചേട്ടൻ പറഞ്ഞ ആ ഹൈയിലേക്ക് എത്തുക. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ ആദ്യത്തെ പടം രീതിയിൽ ഗ്രേറ്റ്ഫുൾ ആണ്. യെസ് അതാണ് മനുവിന്റെ ആദ്യത്തെ പടമാണ്. മനു പടം അത്യാവശ്യം ഹിറ്റ് തന്നെയാണ്. മനുവിന് ടെൻഷൻ അടിക്കുന്ന ഗുഡ് മൈ ഷോയിലെ ഓറഞ്ച് മാത്രമല്ല ഒരു സിനിമയുടെ ഹിറ്റ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി യൂത്ത്. മനുവിന്റെ ടെൻഷൻ മനുവിന് ഞാൻ ഫിഗേഴ്സ് കൊടുക്കുന്നില്ല. മനുവിന് ഞാൻ തന്നില്ലെങ്കിലും അടുത്ത ആഴ്ച പ്രൊഡ്യൂസർ അസോസിയേഷൻ തരും. മനുവിന് ചേട്ടാ ഓറഞ്ച് കത്തുന്നില്ല, ഓറഞ്ച് കത്തുന്നില്ല. മനു, നമ്മൾ ഈ സിനിമയിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഇത് വ്യാഴാഴ്ച ഇറക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം അത്രയും കോൺഫിഡൻസ് ഉള്ള സിനിമയാണ് ഇപ്പോഴും നമ്മൾ വ്യാഴാഴ്ച ഇറക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഡേ കിട്ടിയ റെസ്പോൺസ്, ഈ കഴിഞ്ഞ എൻ്റെ 22 സിനിമകളിൽ ഹോം ഉൾപ്പെടെ ഞാൻ പറയുന്നു, എനിക്ക് ആദ്യത്തെ ദിവസം ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം മലയാളത്തിലെ എല്ലാ ടോപ്പ് റിവ്യൂസും ഞാൻ റിവ്യൂസിനെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ടോപ്പ് റിവ്യൂസും ഒരേ സ്വരത്തിൽ ഈ സിനിമ എന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണെന്ന് പറഞ്ഞവരുണ്ട്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ 22 പടം ചെയ്തതിൽ എൻ്റെ ടോപ്പ് 5 കമേഴ്ഷ്യൽ സിനിമകളിൽ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ എനിക്ക് അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ കറക്റ്റ് വൈബ് എനിക്ക് മനസ്സിലാവുന്നത്. ഒബിയസ്ലി തുടരും എന്ന സിനിമ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ജോണർ ടോട്ടലി ഡിഫറെൻറ്റ് ജോണറാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ക്രൗഡാണ് ഇതിന് വരിക എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നും ഇന്നലെയും നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ വീക്കെൻഡിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കണം. ഈ സിനിമയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും ഈ വീക്കെൻഡിൽ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇത്രയും റിവ്യൂസ് ഒരുമിച്ച് വന്ന ഒരു സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സിനിമാ കരിയറിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഡെഫിനറ്റ്ലി ബോക്സ് ഓഫീസിൽ കാണും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ആണ് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ബോക്സ് ഓഫീസിലേക്ക് വരും എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട്. അപ്പോൾ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. ബിക്കോസ് മലയാള സിനിമ
ഒരു കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സൈക്കിൾ ഉണ്ട്. സാറ്റലൈറ്റ് ബൂം ഉണ്ടാകുമ്പോൾ ചില കണ്ടന്റിൽ ഫോക്കസ് ഓൺ ദ കണ്ടന്റ് കുറയുകയും നമ്മൾ പെട്ടെന്ന് സിനിമ ഈ ഒരു മണി മേക്കിംഗ് പരിപാടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് OTT ബൂമിലും കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ വീണ്ടും മലയാള സിനിമ ബോക്സ് ഓഫീസിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടലി ഡിപെൻഡന്റ് ഓൺ ബിക്കോസ് ഈവൻ OTT ആൻഡ് സാറ്റലൈറ്റ് ബിസിനസ് ഇസ് ബോക്സ് ഓഫീസ് സക്സസിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അത് ഉണ്ടാവുക. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് എന്ന് തന്നെയാണ്. കാരണം നല്ല കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാലം. ആ കോൺഫിഡൻസ് ആണ് പടക്കളം എടുക്കാൻ എനിക്ക് പ്രചോദനമായത്. കാരണം അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആൻഡ് അത്രയും എഫർട്ട് അതിനകത്തിട്ടുണ്ട്. ഇനി സീ ദ ഫിലിം പടക്കളം സ്മോൾ ഫിലിം, പടക്കളം മീഡിയം സൈസ്ഡ് ബഡ്ജറ്റ് ഓഫ് ബിഗ് ബഡ്ജറ്റ് ഫിലിം ഫോർ മീ അക്കോർഡിംഗ് ടു മീ. അത് സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും. കണ്ടവരെല്ലാം നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഇന്നലത്തെ ഓൾമോസ്റ്റ് 50% ഓഫ് ദ ഷോസ് ഹൗസ്ഫുൾ ആണ്. ഇന്നും ഇപ്പോൾ നല്ല റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ചസ് കാണുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓറഞ്ച് കാണുന്നതിന് നമ്മുടെ വാക്കിംഗ് ക്രൗഡ് കയറി വന്ന് പോകുമ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അത് ബുക്ക് മൈ ഷോയിലേക്ക് കൺവേർട്ട് ആവുന്നത്. സോ ഒരുപാട് എക്സ്ട്രീംലി വരും. ആ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ എന്റെ സിനിമയുടെ എന്റെ പ്രൊഫഷണൽ പറഞ്ഞു. കാരണം അത് നമ്മുടെ അതൊരിക്കലും ഒരു എക്സാക്ട് ഫിഗേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ കിട്ടില്ല. കാരണം അവര് പറയുന്ന ഓവർസീസിന്റെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഫിഗേഴ്സ് അവർക്ക് ഒരിക്കലും കിട്ടില്ല. കേരള ബോക്സ് ഓഫീസ് OTTയുടെ ഫിഗർ ഞാനും OTT ആയിട്ട് എഗ്രി ചെയ്തിരിക്കുന്ന ഒരു ഫിഗർ ഞാൻ ഒരിക്കലും പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം കിട്ടില്ല. അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബസ് മാത്രമാണ്. അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്റെ ഡബിംഗ് റൈറ്റ്സിനെ കുറിച്ച് അസോസിയേഷൻ അറിയാൻ പറഞ്ഞു. ഞാൻ റീമേക്ക് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്, ഞാൻ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നോട് പറയാം, ഞാൻ വാലാട്ടി ഇവിടുത്തെ ബോക്സ് ഓഫീസ് ഫെയിലിയർ ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വാലാട്ടിയിൽ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോറിൻ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യപ്പെട്ട സിനിമയാണ് വാലാട്ടി. റഷ്യയില് നല്ല ശരഫ് പറയുന്നുണ്ട്, വാലാട്ടി ടു സ്പാനിഷ്, റഷ്യൻ, എനിക്ക് എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷിന്റെ ഓഫർ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും വാലാട്ടി എന്ന സിനിമയുടെ റവന്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു അസോസിയേഷൻ ഇത് ഫ്ലോപ്പാണ് ഇത് ഹിറ്റാണെന്ന് ഡിക്ലെയർ ചെയ്യാം? ദാറ്റ്സ് ഓൺലി അല്ല. അസോസിയേഷന് അത് കോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അതില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് എന്നോണം ഈ മലയാള സിനിമ ഇങ്ങനെ കോസ്റ്റ് കൂടി നഷ്ടമാണെന്ന് പറയുന്നതിന് അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് കറക്റ്റ് കണക്കായിരിക്കണം. ആ പ്രൊഡ്യൂസറിന്റെ പെർമിഷനോടെ കണക്ക്, ഞാൻ എന്റെ കണക്ക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കണമെങ്കിൽ എനിക്ക് കൊടുത്താൽ മതി അല്ലെ, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല. ഞാൻ പറയുന്നത് അത് ചെയ്യുമ്പോ കറക്റ്റ് ആയിരിക്കണം. കേരള ബോക്സ് ഓഫീസിനെ വെച്ചു അതും ഒരാഴ്ചയുടെ കണക്ക് വെച്ച് മാത്രം ഹിറ്റ് ഫ്ലോപ്പ്, അത് ആ കാൽക്കുലേഷൻ തെറ്റാണ്. ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി കമ്പയർ ടു എനി അതർ ബോളിവുഡ്, ടോളിവുഡ്, സാൻഡൽവുഡ് അല്ലെങ്കിൽ അതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. 56 to 76% സക്സസ് റേഷ്യോ ഫോർ A class ഫിലിം. അപ്പൊ നമ്മളിപ്പോ സിനിമ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല, എല്ലാ പാർട്ടും ആണ് തന്നെയാണെന്ന് നമുക്കറിയാം. ഈ സിനിമകളുടെ ഒരു ആളുകൾ വെയിറ്റ് ചെയ്യുന്ന പടങ്ങൾ, ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ ഹൗസസ് അങ്ങനെ കോമ്പിനേഷൻ വെച്ചിട്ട് ഉള്ള സിനിമകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. ഒരിക്കലും നമ്മുടെ ഇൻഡസ്ട്രി ലോസിലാണെന്ന് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 15ഓളം പടങ്ങൾ ഒരു 50 crore ഗ്രോസ് ചെയ്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫിലിംസ് കൂടുതൽ ഇറങ്ങുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്പർ ഓഫ് ഫിലിംസ് 199 ഫിലിംസ് ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയമുണ്ട്. കാരണം നമ്മുടെ ഒരു പോപ്പുലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റ് സൈസ് വെച്ചിട്ട് അത്രയും ഫിലിംസ്, അപ്പൊ അത്രയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയെ
ചിലവർക്ക് എല്ലാ ആർട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കിട്ടണമെന്നില്ല, അവർക്ക് വേണ്ട ആക്ടേഴ്സിനെ കിട്ടണമെന്നില്ല, അവർക്ക് വേണ്ട ടെക്നീഷ്യൻസിനെ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് കിട്ടിയ ഒരു ഒരു എക്സ്പെരിമെന്റൽ സിനിമ ചെയ്ത് അവരുടെ ടാലന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് അത് ചെയ്തതായിരിക്കും. ചിലവർ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവര് ഒരു പ്രോഫിറ്റ് ആലോചിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്. എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ്, ഈ സിനിമ ഹിറ്റായി ഞാൻ കോടികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സിനെ എനിക്കറിയാം. എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ്, NRIs, അവര് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ കൊണ്ടുവന്ന സിനിമ കാണിക്കും. അപ്പൊ പിന്നെ സുഹൃത്തുക്കളുള്ള രീതിയിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. ഞങ്ങൾ നിങ്ങൾ എന്തിനാ സിനിമ എടുക്കുക, നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന പരിപാടിയാണ്. ഇതൊന്നുമല്ല, ലൈഫിൽ ഒരു പടം എടുക്കണം എന്നൊരു ആഗ്രഹം. അതിനെ ഒരിക്കലും അവര് തന്നെ ആ സിനിമയുടെ റിലീസിൽ നിന്നുണ്ടോ എന്നില്ല നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം, അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. എന്റെ അടുത്ത് വന്ന് അഭിനയിക്കാൻ പറയുന്നവരുണ്ട്, എന്റെ അടുത്ത് ഇത് കണ്ടിട്ട് ഞങ്ങള് ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ് എന്നൊക്കെ. അതിനെ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയുടെ ലോസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് എടുത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് എ ക്യാച്ച് 22 സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഒരു ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് കണക്കായിരിക്കണം. ആ കണക്ക് ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കുമ്പോ നമ്മൾ ഇൻഡസ്ട്രിയെ ഒരു റോങ് നോട്ടിൽ വെളിയിലുള്ളത് സത്യമാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മലയാളത്തിലെ സക്സസ് റേഷ്യോ കണ്ടിട്ട് അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോങ് നോട്ട് പോകുമ്പോൾ അവർ ചിലപ്പോൾ ഷെയർ ഔട്ട് ചെയ്യും സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ മെമ്പർ ഓഫ് ദി അസോസിയേഷൻ, പടക്കളം എന്ന് പറഞ്ഞ സിനിമയുടെ കണക്ക് ഞാൻ അപ്രൂവ് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് മാത്രമാണ് അതിന്റെ കണക്ക് അറിയാവുന്നത്. മനുവിന് പോലും അതാണ്. മനു മുംബൈ ഷോ വെച്ചിട്ടാണ് മനു നോക്കുന്നത്. എനിക്ക് മാത്രമേ അതിന്റെ എക്സാക്ട് ഫിഗർ അറിയാൻ പറ്റൂ. പൈറസി എന്നും മലയാള സിനിമയിൽ ലോക സിനിമയിൽ ഒരു ശാപമാണ്. ഈ ഓഫ് ലേറ്റ് OTT വന്നതിന് ശേഷം പൈറസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല സിനിമകൾ നല്ല ക്ലിയർ ആയിട്ട് OTT-യിൽ കാണാം എന്ന് നല്ല സിനിമകൾ ഒബ്വിയസ്ലി ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യുന്ന സിനിമകൾ ഒരിക്കലും OTT ഒഴിവാക്കാറില്ല. ഇനി പെർഫോം ചെയ്തില്ലെങ്കിലും അവർക്ക് അതിന്റെ കണ്ടന്റ് വാല്യൂഷൻ അവരുടേതായ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ നോക്കി എല്ലാ സിനിമകളും അവർ കാണാറുണ്ട്. ചില സിനിമകൾ OTT-ക്കാർക്ക് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്യാത്ത പക്ഷേ കാരണം OTT-യിൽ സബ്സ്ക്രിപ്ഷൻ കൂടുതലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല ഒരു OTT-യുടെ ക്രൈറ്റീരിയ എന്ന ക്വാളിറ്റി ഓഫ് ദ ഫിലിം എന്നുള്ളതും. അതുകൊണ്ട് അവർക്ക് ഡ്രൈവ് ഉണ്ടാവുക എന്നൊക്കെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട് അവർക്ക്. അപ്പോ ഈ OTT വന്നതിൽ പിന്നെ നല്ല ക്ലിയർ പ്രിന്റ് കുറച്ചൊന്ന് താന്നിരുന്നതാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വാശിയുടെ പുറത്ത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ സിനിമയുടെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് അവരെ ലോയുടെ മുമ്പിൽ കൊണ്ടുവരികയും വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുകയും വേണം. കാരണം ഇത് കാണാൻ അല്ലെങ്കിൽ 100 രൂപ 200 രൂപ കൊടുക്കാതെ കാണാമെന്നുള്ളതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എവിടെന്നോ മോഷ്ടിച്ചെടുത്ത അത് എവിടെന്നാണ് പോകുന്നത് കണ്ടുപിടിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഇതിന്റെ ലൈഫായിട്ട് എടുക്കരുത്. അത് അസോസിയേഷൻ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയും. വിജയ് ബാബു പറഞ്ഞപ്പോ പടക്കളത്തിന്റെ നമ്മുടെ കളക്ഷൻ പറഞ്ഞതിന് ശേഷം വിടുന്നതിനും വിജയ് ബാബു എതിരില്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നതാണ് ഓക്കെ കൊടുത്തോളൂ എന്ന് എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ പടക്കളത്തിന്റെ റവന്യൂ എന്താണ്? ഇതിന്റെ മ്യൂസിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് മാസം റവന്യൂ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇത് എൻഡ് ചെയ്യുന്നത്? ചിലപ്പോൾ 2 മാസത്തിന് ശേഷമായിരിക്കും ഞാൻ എന്റെ റീമേക്ക് റൈറ്റ്സ് വിൽക്കുന്നത്. അപ്പൊ അത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചിലപ്പോൾ എന്റെ 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോഴായിരിക്കും പടക്കളം എന്നുള്ള സിനിമയുടെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. ആ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിന്റെ ടോട്ടൽ റവന്യൂ വേഴ്സസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പടക്കളത്തിന്റെ റവന്യൂ
അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന റവന്യൂ എങ്ങനെയാണ് അതിന് അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ വേറൊരു ചോദ്യം, നിങ്ങൾ ആദ്യം സിനിമ തുടങ്ങുമ്പോൾ നിങ്ങൾ ബജറ്റ് കൊടുക്കുന്നുണ്ട്, നിർമ്മാതാക്കളെ സംഘടന കൊടുക്കുന്നുണ്ട്, അത് പിന്നീട് വർദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിനിമകൾക്ക് കുറയ്ക്കാറുണ്ട്, വർദ്ധിക്കാറുണ്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. ഞങ്ങൾ എപ്പോഴും ഒരു ഹയർ ബഡ്ജറ്റ് ആണ് ഇടുക. ബിക്കോസ് നമ്മൾ അതിനെ വെച്ചിട്ടാണ് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാകുന്നത്. ഫ്രൈഡേ ഫിലിമോസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഒരു മഴ വന്നാൽ അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് മെജർ അല്ലെങ്കിൽ ഒരു അതിന് വരെ നമ്മൾ ഒരു പ്രൊവിഷൻ വെക്കും. ആ പ്രൊവിഷൻ വെച്ചിട്ട് എപ്പോഴും ഷിബുനോടും ബിനുവിനോടും പറയും, ഒരു പ്രൊവിഷൻ വെച്ചിട്ട് ഇതിന്റെ ഹയസ്റ്റ് പറഞ്ഞാൽ മതി. കാരണം അതിന് ബാക്ക്വേർഡ്സ് അതിന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ? ഞങ്ങൾക്ക് എപ്പോഴും 10 to 15% കുറവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുക്കുന്ന കണക്കല്ല, ആ കോസ്റ്റ് അല്ല കോസ്റ്റ്. ഓക്കെ, ചിലത് കൂടിയേക്കും, ചിലത് കുറഞ്ഞേക്കാം. നമ്മൾ ആദ്യം കൊടുക്കുന്ന കോസ്റ്റ് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. എന്തെല്ലാം വേരിയേഷൻസ് വരും. നമ്മളൊരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് കോസ്റ്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ ആക്ടേഴ്സ് ചേഞ്ച് വരും, ടെക്നീഷ്യൻസ് ചേഞ്ച് ചെയ്ത് വരും, ചിലപ്പോൾ ലൊക്കേഷൻസ് ചേഞ്ച് ആവും, ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇപ്പൊ പടക്കളം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ചാർട്ട് ചെയ്തതിനെക്കാട്ടിലും ഡേയ്സ് കുറച്ച്, നമ്പർ ഓഫ് ഡേയ്സ് കുറച്ച് നമ്മൾ ചെയ്തു. അത് ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ഡേയ്സ് കുറയ്ക്കാൻ പറ്റി. അപ്പൊ അത് നമ്മൾ കോസ്റ്റില് ഇമ്പാക്ട് വരും. കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, ഒറ്റ വാക്കി പറഞ്ഞാൽ. അല്ല, നിർമ്മാതാക്കള് ഒരു സ്ഥാപനം ഒരു ആനുവൽ കണക്ക് എല്ലാ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും അവരുടെ ഇത് നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ പറയുന്നത്, ആ ബാലൻസ് ഷീറ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത് ഇതാണ് ഇൻഡസ്ട്രി കണക്ക്. മാസാമാസം എങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റും? ഒരു ബിസിനസിനും മാസാമാസം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വാല്യൂ ചെയ്യുന്നത്? ഏത് ബിസിനസിന് വാല്യൂ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രൊഡ്യൂസർ നമ്മളൊരു ബഡ്ജറ്റ് ഇപ്പൊ ആട് 3 തുടങ്ങുമ്പോൾ ആട് 3ക്ക് നമ്മളൊരു ബഡ്ജറ്റ് ഇടുന്നു. അതുപോലെ പടക്കളം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് ഇടും. ഇതില് പല സാഹചര്യങ്ങൾ കൊണ്ട് ബഡ്ജറ്റിന് മാറ്റങ്ങൾ വരാം. ഒരാൾക്ക് അസുഖം വരാം, ഷൂട്ട് നടന്നില്ല എന്ന് വരാം, ബഡ്ജറ്റ് മാറും. അതുപോലെ തന്നെ മഴ വന്നാൽ ബഡ്ജറ്റ് മാറും. അങ്ങനെ ഏത് സാഹചര്യത്തിലും ഇത് രണ്ടും സംഭവിക്കും. പിന്നെ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമല്ലല്ലോ ഉള്ളത്, നിരവധി അസോസിയേഷൻ ഉണ്ട്. വ്യാപാരി വ്യവസായ അസോസിയേഷൻ ഉണ്ട്, സ്വർണ്ണത്തിന് അസോസിയേഷൻ ഉണ്ട്, സ്വർണ്ണക്കടകളുണ്ട്. ഈ എല്ലാ കടകളും ലാഭമാണ്. എല്ലാ അസോസിയേഷനും എല്ലാം ലാഭമായിരിക്കില്ല. അതുകൊണ്ട് ആ ഇൻഡസ്ട്രി മൊത്തം നഷ്ടമാണ്. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു വില പട്ടിക പറയുമ്പോൾ മാസം തോറും പറയുമ്പോഴത്തേക്ക് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന പല പ്രൊഡ്യൂസേഴ്സും ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ പല കമ്പനിക്കുള്ള ഇൻവെസ്റ്റേഴ്സും അതായത് പിന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിന് കൂടിയ ആലോചന വേണം. ഒരു പടം ഇറങ്ങിയാൽ ആ പടത്തിന് ഒരു 6 മാസമെങ്കിലും സമയം കൊടുക്കണം. അതിന്റെ എല്ലാ റൈറ്റ്സും വിറ്റോ, അതിന്റെ OTT ബിസിനസ് നടന്നോ, റവന്യൂ ഏതൊക്കെയാണ് വന്നതിന് എന്ന് നോക്കി കണ്ട് അതിന്റെ ഒരു ചാർട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരാഴ്ച കൊണ്ട് ഒരു പടം നഷ്ടമാണോ, ആ പടം ഏതെങ്കിലും ലാംഗ്വേജിൽ വിറ്റുപോയാൽ എങ്ങനെയാണ്, പിറ്റേ ആഴ്ച ഇവർ വില പട്ടിക ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം വിറ്റെങ്കിലും, അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാണ്. നമുക്ക് ഇൻഡസ്ട്രീനെ പിടിച്ചു നിർത്തുക, ബഡ്ജറ്റ് നിയന്ത്രിക്കണമെന്ന് ഇവിടെ ഇരുന്നിട്ട് നമ്മള് ഇപ്പൊ കഴിഞ്ഞ വർഷം 202 പടങ്ങൾ ഇറങ്ങിക്കൊണ്ട് വന്നു. ഇതിൽ ഡിസംബർ മാസങ്ങളിൽ എനിക്ക് തോന്നുന്നത് സെൻസർ ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും അവാർഡ് കാറ്റഗറിയിൽ പോകുന്ന സിനിമകളാണ്. ഈ സിനിമകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കണക്ക് പറയുമ്പോൾ ഇൻഡസ്ട്രി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നത് മലയാളം ഇൻഡസ്ട്രിയാണ്. അത് വെച്ച് നമ്മൾ കണക്കാക്കിയാൽ കഴിഞ്ഞതിന് ഈ ഒരു 50 പടങ്ങളോളം ഡിസംബറിൽ സെൻസർ ചെയ്യുന്ന അവാർഡ് പടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബാക്കി 150 സിനിമകൾ ഉണ്ടാവും. അത് ഓരോ സിനിമയിലും മുത്തുകൾ എന്ന് പറഞ്ഞ സിനിമയിലും ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓരോ സിനിമയിലും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫാമിലി തന്നെയാണ്. എന്ന് വേണമെങ്കിലും ഒരു യൂണിവേഴ്സ് ആയിട്ട് സർപ്രൈസുകളാണ്. ഞങ്ങൾ ഇപ്പൊ വിളിക്കുന്നത് 1 ലാസ്റ്റ് റൈഡ് എന്നാണ്. അത് നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഞങ്ങളിപ്പോ ബ്രേക്ക് ചെയ്യാൻ പടക്കളത്തിന് വേണമെങ്കിലും ആവാലോ.
രഞ്ജിത്ത് സാറാണെന്ന് മുങ്ങിയിട്ടുള്ള ന്യൂസ് ഉണ്ട് അല്ലേ? കണ്ടവർക്കറിയാം എന്താ ഞാൻ പറയുന്നത്. ആട് 3 എന്റെ കഥ പറഞ്ഞു അതൊരു പരിപാടിയില്ല. ഷെറഫെ, ഈ സിനിമയിൽ ഷെറഫിൻ്റെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ മനസ്സിൽ ഇഷ്ടപ്പെട്ടതും തിയേറ്ററിൽ നിറഞ്ഞു ചിരിച്ചയും ഒരു സീനുണ്ട്. ആ സീൻ ഞാൻ പറയുന്നില്ല. ആ ഡയലോഗുകൾ പറയുമ്പോൾ എന്തായിരുന്നു ഷെറഫിൻ്റെ ഒരു അവസ്ഥ? സീൻ പറയുന്നില്ല, ഇനി അതും സ്പോയിലർ ആയാലോ നോർത്താം. അതാണ് തിയേറ്ററിൽ ആളുകൾ ചിരി അടങ്ങുന്നില്ല, ഇറങ്ങിയിട്ടും അത് സംസാരം വരുന്നു. പക്ഷെ അത് ഗംഭീരമാണ്. അത് ഈ സിനിമയിൽ ആ വാക്ക് ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. അതെ, അത് എല്ലാ സ്ഥലത്തും നമ്മുടെ മലയാളത്തിലെ ചില വാക്കുകള് അസ്ഥാനത്തല്ല, ചില 2 സ്ഥലത്ത് ഉപയോഗിച്ചാൽ 2 അർത്ഥമുള്ള ഒരു അങ്ങനെ ഒരു റിയാലിറ്റി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ ഷെറഫ് ഇട്ടതാണോ? അത് പറഞ്ഞുതരാം. അതായത് ഇല്ല, ഞാൻ ഡയലോഗായിട്ട് പറയില്ല. പക്ഷെ അത് ഷെറഫൊക്കെ ഓൺ സെറ്റിൽ ഇംപ്രൂവൈസ് ചെയ്താണ്. ചിലപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സാധനം ഞാൻ ഇടാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഈ സീൻ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു കട്ട് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കരുതി. എന്നിട്ട് ഞാൻ ആ സാധനം കട്ട് ചെയ്യണോ ഇങ്ങനെ വെറുതെ ഇവനോട് പറഞ്ഞതാണ്. ഇവൻ ഭൂമി എന്നൊക്കെ ഇറങ്ങിപ്പോയി മനു ഒരു ചിരിയൊക്കെയാണ് പണം ഇട്ടാക്കാൻ വെറുതെ കട്ടാക്കാൻ ഭൂമി എന്നൊക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ അത് പക്ഷേ അത് ഫുൾ ഡോസ് ഷർമിക്ക പുള്ളി ഇംപ്രൂവൈസ് ചെയ്താണ്. ആൻഡ് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ആളാണ്. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ലോക്കാണ്. അത് ഷെറഫ് അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ സംസാരിക്കുമ്പോൾ പടക്കളം എന്ന് പറയുമ്പോൾ അതോട് ചേർത്തൊരു വാക്കും കൂടെ വന്ന് ആ സിനിമയ്ക്ക് ഹിറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു ഡയലോഗായിരുന്നു. അത് ഭാഗ്യമാണ്. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ വേറൊരു സിനിമയിൽ അതിന് സാധ്യതയില്ല. നമുക്ക് അത് അവിടെ വെച്ച് തോന്നിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം. അങ്ങനെ ഒരു സാധ്യത നമ്മൾ ചിന്തിക്കുന്ന ഈ സിനിമയുടെ അകത്ത് അത് നമ്മുടെ ഇൻവോൾവ്മെന്റ് അതിലുണ്ട്. കാരണം ഈ സിനിമയുടെ കഥയെ കൂടെ തന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് അതുകൊണ്ട് എന്താണ് സാധ്യതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സാഫ് ആണെങ്കിലും അരുണാണെങ്കിലും പ്രദീപ് ആണെങ്കിലും എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഇംപ്രൂവൈസ് ചെയ്തല്ലേ അവരും ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്തിരിക്കുന്നത്. അത് ആ ക്യാരക്ടറിലും ആ സ്ക്രിപ്റ്റിലും അവർ എല്ലാവരും അത്ര നന്നായിട്ടുണ്ടായിരുന്നു. സോറി ഞാനവിടെ മെസ്സേജസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് കംബാക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞതിന് മുമ്പ് ഒരു മാസം പടം എടുക്കുന്നത് കംബാക്ക്. പക്ഷെ എന്താ നമ്മൾ വിചാരിക്കുന്നതാണല്ലോ നമ്മളിൽ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോ അങ്ങനെ ഇപ്പൊ ഹാപ്പി ബ്യൂട്ടി പോലുള്ള സിനിമയും അല്ലെങ്കിൽ അതുപോലെ പ്രേത പോലുള്ള കോമഡി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത് ചിലപ്പോ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും. അതുപോലത്തെ ഒരു സിനിമ എപ്പോഴായിരിക്കും നോക്കി നിന്നപ്പോ പെട്ടെന്ന് പടക്കളം അന്ന് സർപ്രൈസില് അതിൽ ഹ്യൂമർ കാര്യങ്ങളൊക്കെ വർക്കായി എന്നുള്ളത് ഭയങ്കര സന്തോഷം. താങ്ക് യു എവറി വൺ ഫോർ ദ സപ്പോർട്ട്. ഈ പടക്കളം ഇത്രയും നല്ലൊരു വിജയമാക്കി തന്നതിന് നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അപ്രീസിയേഷൻ വന്നിട്ടില്ല. അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഒരു 180ഓളം കമൻറ്റ്സ് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ റിവ്യൂവേഴ്സും നിങ്ങൾ ഉൾപ്പെടുന്ന ഓൺലൈൻ മീഡിയ ഹസ് ഡൺ ഗ്രേറ്റ് സപ്പോർട്ട്. അത് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടതാണ്. ഇനി കാണാത്തവർ പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ ഗിവിംഗ് അസ് എ ഗ്രേറ്റ് ഹിറ്റ്.
അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ. ഇത് കഴിഞ്ഞിട്ട് സർക്യൂട്ട് എല്ലാവർക്കും